സങ്കീർത്തനം 34:15. അതിനുശേഷം മലാക്കി പ്രവചനം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ തിരുവചനം. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ഒരിക്കൽ കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നു. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്ന് ഇരിക്കുന്നു. മലാക്കി 3:16 വായിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കുക. പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകത്തിലേക്ക്. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ചു കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. 3:16 ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ച്. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ചു കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ഭക്തന്മാർ, അവനോട് പ്രാർത്ഥിക്കുന്ന, അവന്റെ സന്നിധിയിൽ കാത്തിരിക്കുന്ന, അവനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരോട് ഒരു ദൂത് പറയുകയാണ്. ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിട്ടുണ്ടെന്ന്. അതിന്റെ അർത്ഥം ഭക്തനെയും പ്രാർത്ഥിക്കുന്നവനെയും അറിയുന്നൊരു ദൈവം ഉണ്ടെന്ന്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് പറയാണ്. ഈ 1-ാം തീയതി മാർച്ച് മാസത്തിൽ ആത്മാവ് സംസാരിക്കുന്നു. ദൈവസന്നിധിയിൽ നീ വരുന്നതും ദൈവസന്നിധിയിൽ ആരാധിക്കുന്നതും കർത്തൃസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതും ഒന്നും വൃഥാവല്ല. സകലതും ഓർത്തൊരു ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതി വെക്കുന്ന ഒരു ദൈവത്തെയാണ് ആരാധിക്കുന്നത്. മനുഷ്യനോട് പറയുന്നത് ചിലപ്പോൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. ഇവൻ എന്നോട് പോലും പറഞ്ഞാൽ രണ്ടുപേരെ അടുപ്പിച്ചൊരു കാര്യം പറയുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ പിന്നീടായിരിക്കാം ഓർത്തെടുക്കുന്നത്, ചിലപ്പോൾ വിട്ടുപോയെന്നും ഇരിക്കാം. പക്ഷെ സർവശക്തനായ ഒരു ദൈവമുണ്ട്. നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും നിന്റെ കണ്ണുനീരും ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതി വെക്കുന്ന ഒരു നല്ല കർത്താവ്. എത്ര പേര് വിശ്വസിക്കുന്നു? ആ നല്ല കർത്താവിനൊന്ന് കരങ്ങൾ അടിച്ച് ഇന്ന് പകലൊന്ന് മഹത്വം കരേറ്റിയെ നമ്മെ ഓർക്കുന്ന ഒരു നല്ല കർത്താവ്. ഇന്ന് ചിലരോട് പറയുന്നു, നിന്റെ പ്രാർത്ഥന വൃഥാവല്ല, അത് ഓർക്കുന്നൊരു നല്ല കർത്താവുണ്ട്. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം പ്രാർത്ഥിക്കുന്നവനെ അറിയുന്ന ദൈവം, തന്റെ ഭക്തന്മാരെ അറിയുന്ന ദൈവം, ആരാധിക്കുന്നവനെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഈ 34-ാം സങ്കീർത്തനത്തിൽ ഭക്തനായ ദാവീദിന്റെ സങ്കീർത്തനം, തന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയുടെ മധ്യത്തിൽ രാജാവിന്റെ മുമ്പിൽ നിന്നും അവിടെ അതിന്റെ തുടക്കത്തിൽ കിടപ്പുണ്ട്. ബുദ്ധിഭ്രമം നടിച്ച് തനിക്ക് അവിടുന്ന് ഓടേണ്ടി വന്നു. അവന്റെ ജീവിതം പിന്നീട് നോക്കുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പൊ ഒന്ന് രക്ഷപ്പെടാൻ, നോർമൽ മനുഷ്യനാന്നറിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റത്തില്ലായിരിക്കാം. എനിക്കൊരു ഭ്രാന്തുണ്ട്, എനിക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന് ബുദ്ധിഭ്രമം ഒക്കെ കാണിച്ചു കൂട്ടി അവിടുന്ന് എന്ത് ചെയ്തു? അപ്പൊ അങ്ങനെ പോകേണ്ടി വന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ, അങ്ങനെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ എനിക്ക് ആ സ്വഭാവം ഇല്ല, ആ അസുഖം ഇല്ല, ആ ഒരു ബുദ്ധിമുട്ടില്ല, പക്ഷെ രക്ഷപ്പെടാൻ അത് കാണിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? അവിടുന്ന് രക്ഷപ്പെടുന്നു. പക്ഷെ തന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. എത്ര പ്രതിസന്ധിയിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്നാലും ദൈവത്തെ മുറുകെ പിടിക്കുന്ന ഭക്തന് ഒരു വിടുതലുണ്ട്. ആ സമയത്ത് ആരും മനസ്സിലാക്കിയില്ലേലും അറിയുന്നൊരു ദൈവമുണ്ട്. അതാ 34-ാം സങ്കീർത്തനം അങ്ങോട്ട് വായിച്ചു വരുമ്പോ എല്ലാ കാലത്തും ഞാൻ ദൈവത്തെ എന്ത് ചെയ്യും? വാഴ്ത്തും. ഏത് സമയം ആയിക്കോട്ടെ, നിക്കക്കളി ഇല്ലാതെ ഓടിപ്പോകേണ്ട സമയത്തും മറ്റുള്ളവർക്ക് നമ്മെ മനസ്സിലാക്കാൻ പറ്റാത്ത സമയത്തും ചില വല്ലാത്ത വിഷയം ജീവിതത്തിന്റെ മുമ്പിൽ കയറി വന്നപ്പോഴും ഓടിപ്പോകും. എന്നിട്ടൊരു കാര്യം ദൂത് പറയുന്നു. 34:4 ഒന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. എന്നിട്ട് ദൂത് പറയാണ്. ഞാൻ പറഞ്ഞല്ലോ, ദൂതത്തെ ദൂത് ഇതാ: പ്രാർത്ഥിക്കുന്നവനെ, ഭക്തനെ അറിയുന്നൊരു ദൈവമുണ്ട്.
പ്രാർത്ഥിക്കുന്നവനെ അറിയുന്നൊരു ദൈവം. ഹല്ലേലൂയ. ഞാൻ അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. എന്റെ സകല ഭയങ്ങളിൽ നിന്ന് എന്നെ വിടുവിച്ചു. ഒന്നാമത്, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്റെ ഉള്ളിൽ കേറിക്കൂടിയ സകല ഭയത്തിൽ നിന്നും എന്നെ വിടുവിച്ചു. ഹല്ലേലൂയ. ഞാൻ പറയാം, അനുഭവത്തിൽ നിന്നും മറ്റൊരു അനുഭവത്തിൽ നിന്നും പറയാം, ഒരു വ്യക്തിക്ക് വേണ്ട ഒന്നാമത്തെ വിടുതൽ, അവന്റെ വിഷയത്തിന്റെ വിടുതൽ കിട്ടുന്നതിന് മുമ്പ് അവന്റെ ഉള്ളിൽ കേറിക്കൂടിയ അനാവശ്യ ഭയങ്ങളുണ്ടല്ലോ, അത് ഇറങ്ങി ഓടിയാൽ തന്നെ ജീവിതം എന്ത് മനോഹരമാണെന്നറിയാമോ? ഇന്ന് പകൽ ചിലതിനോട് വിളിച്ചു പറയുന്നു, ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ എന്റെ സകല ഭയത്തിൽ നിന്നും എന്നെ അവൻ വിടുവിച്ചു. ഇന്നിവിടെ ആയിരിക്കുമ്പോൾ ഏതെങ്കിലും എക്സാം നടക്കുന്ന കുഞ്ഞുങ്ങൾ, ഭയം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാകാം. പക്ഷെ ആ ഭയം എന്നുള്ള പ്രശ്നം പഠിക്കാൻ പോലും പറ്റത്തില്ല, പഠിച്ചതുപോലും ഓർമ്മ വരത്തില്ല. ഇന്ന് പകൽ നിങ്ങളോട് ഒന്നാമത് ദൂത് പറയുന്നു, നീ ഭയപ്പെടല്ല, പ്രാർത്ഥിക്ക്. ഭയപ്പെടാതെ ദൈവത്തിന്റെ കൃപ തരും. ചില കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ നിന്ന് അനാവശ്യ ഭയങ്ങൾ പുറത്തു പോകട്ടെ. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കയറിക്കൊടുന്ന എന്തെങ്കിലും തിന്മ സംഭവിക്കോ, അത് തിന്മയായിട്ട് വരുമോ? മനുഷ്യന്റെ ഹൃദയത്തിൽ പിശാച് വേണമെന്ന ഏറ്റവും വലിയ തന്ത്രമാണ് ഭയം. ഭയത്തിൽ നിന്ന് പുറത്തു വരണം. ഈ നെഗറ്റീവ് പ്രാർത്ഥനകളും മന്ത്രങ്ങളും ഒക്കെ ചെയ്യുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഇവരാദ്യം എന്താ ചെയ്യുന്നത്? ഭയപ്പാടിന്റെ സംഭവങ്ങൾ ഉണ്ടാക്കും. ഈ ഫിയർ കയറുമ്പോഴാണ് മനുഷ്യ ഉള്ളിലേക്ക് പിശാചിക മണ്ഡലങ്ങൾക്ക് കയറുക. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെയൊക്കെ നിങ്ങൾ മറ്റു കാർട്ടൂണൊക്കെ ഈ പേടിപ്പിക്കുന്ന സംഭവം കാണിപ്പിക്കില്ല. ഇത് അകത്തോട്ട് ഭയം കയറും. പേടിപ്പിക്കുന്ന എന്ത് അനുഭവം നമ്മൾ അറിയത്തില്ല, ഭയം ഇതിൽ കൂടെ കയറുന്നത്. ഈ അനാവശ്യ പ്രാർത്ഥനകളൊക്കെ നടത്തുന്നവരെ ശ്രദ്ധിച്ചില്ലേ? സംഭവത്തിന് ശക്തി ഇല്ലേലും ഇവൻ കാണിക്കുന്ന ഒരു തീയും പുകയും എടുത്ത് ബഹളവും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ വസ്തുവൊക്കെ കാണിച്ച് അതിലൊക്കെ ഒരു മാർക്കൊക്കെ ഇട്ട് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ഭയം മനുഷ്യ ഹൃദയത്തിൽ കയറും. ഈ ഭയമാണ് ഇരുട്ടിന്റെ മണ്ഡലങ്ങൾക്ക് കയറാൻ ഒരു ഓപ്പണിംഗ്. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഇതുപോലത്തെ അനുഭവം ഉണ്ടെങ്കിൽ ആ ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ ജീവിതത്തിനകത്ത് മാറും. ചിലരുടെയൊക്കെ ജീവിതത്തിൽ വർഷങ്ങൾ മുമ്പുള്ള ഭയം കയറിയതായിരിക്കാം. ആ ഭയം അകത്ത് കയറുമ്പോ അതിന്റെ റിസൾട്ടുകൾ വല്ലാത്ത രീതിയിൽ പുറത്തു വരും. വ്യത്യസ്ത രീതിയിലെ മനുഷ്യൻ പ്രകടനം കാണിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് തന്റെ ഭക്തൻ തന്റെ അനുഭവത്തിൽ നിന്ന് പറയാ, എന്റെ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്റെ സകല, വാക്ക് ശ്രദ്ധിക്കണം, സകല ഭയത്തിൽ നിന്നും എന്നെ വിടുവിച്ചു. അപ്പൊ ഒന്നും രണ്ടൊന്നും അല്ല, പല വിഷയത്തിൽ പല സമയത്ത് പലതിന്റെ അകത്ത് ഭയപ്പെട്ടു. ഇന്ന് പകൽ ചിലതിനോട് ദൂത് പറയാ, എന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനെ ഭയത്തിൽ നിന്ന് ദൈവം വിടുവിക്കും. പിന്നെ താഴോട്ടുള്ള വാക്യം നമുക്കറിയാം, അവങ്കിലേക്ക് നോക്കിയ പ്രകാശിത അവിടെ മുഖമോ ലജ്ജിച്ചു പോയി. ഇനി ആറാമത്തെ വാക്യം വായിച്ചേ. നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. ആറാം വാക്യത്തിൽ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചപ്പോ, ആദ്യം പ്രാർത്ഥിച്ചപ്പോ എന്നെ എന്തിന്ന് വിടുവിച്ചു? ഭയത്തിൽ നിന്ന് വിടുവിച്ചു. ആറാം വാക്യത്തിൽ പറയുന്നു, ഞാൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ എന്റെ സകല കഷ്ടത്തിൽ നിന്ന് രക്ഷിച്ചു. ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന കഷ്ടത്തിൽ നിന്ന് ഈ ദൈവം എന്നെ എന്ത് ചെയ്തു? രക്ഷിച്ചു. ഭയത്തിൽ നിന്ന് പിടിപ്പിക്കുന്ന ദൈവം. ഞാൻ അനുഭവിച്ച കഷ്ടത്തിൽ നിന്ന് അവൻ എന്നെ എങ്ങനെ വിടുവിച്ചെന്നറിയാമോ? പ്രാർത്ഥിക്കുന്നവനെ അറിയുന്ന ദൈവം. അടുത്ത 7, യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങിയവരെ വിടുവിക്കുന്നു. അതായത് എനിക്ക് വിടുതൽ അനുഭവിക്കാൻ പറ്റാത്ത അനുഭവം, എന്നെ കൊണ്ട് വിടുതലിൽ കയറാൻ പറ്റാത്ത അനുഭവം വന്നപ്പോൾ ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് പാളയം ഇറങ്ങി എന്നെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്ന ദൈവം. പ്രാർത്ഥിക്കുന്നവനോട് ദൂത് പറയുന്നു, ചില വിഷയത്തിൽ നിന്ന് നിനക്കായിട്ട് പുറത്തു വരാൻ പറ്റത്തില്ല, പക്ഷെ ദൈവം തന്റെ ദൂതന്മാരെ നിനക്ക് വേണ്ടി അയച്ച് നിന്നെ ആ വിഷയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. ഇത് പറഞ്ഞിട്ടാണ് 15ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ കണ്ണ് നമ്മെ കാണുന്ന കണ്ണാണ്. ദൈവത്തിന്റെ ചെവി നമ്മുടെ പ്രാർത്ഥനകളും അഭയയാചനകളും കേൾക്കുന്ന ചെവിയാണ്. അത് മാത്രമല്ല, അവന്റെ കരം നമുക്ക് തിരിച്ചു റെസ്പോണ്ട് ചെയ്യുന്ന, നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്നതാണ് എന്റെ ദൈവത്തിന്റെ കരം.
ആ വാക്കുകൾ ഒന്നിച്ചൊറ്റ വാക്കിൽ പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നവനെ കാണുന്നൊരു ദൈവമുണ്ട്, പ്രാർത്ഥിക്കുന്നവനെ അറിയുന്നൊരു ദൈവമുണ്ട്, പ്രാർത്ഥിക്കുന്നവനെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇതെന്തോ ആരോട് പറയുന്നു? ആരൊക്കെ മനസ്സിലായാലും ആരൊക്കെ കണ്ടില്ലേലും പ്രാർത്ഥിക്കുന്നവനെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് മലാക്കി 3:16 നമ്മൾ പറഞ്ഞു വായിച്ചു, അവിടുത്തെ നാമത്തെ ബഹുമാനിക്കുന്നവർക്ക് വേണ്ടി അവിടുത്തെ സന്നിധിയിൽ ഒരു സ്മരണയുടെ ചുരുൾ എഴുതി വെച്ചിരിക്കുന്നല്ലോ, പുസ്തകമുണ്ടല്ലോ. ഈ പണ്ടേ ഈ രാജാക്കന്മാരുടെ സമയത്ത് നമുക്ക് എസ്രയുടെ പുസ്തകത്തിലൊക്കെ നമുക്കത് കാണാൻ പറ്റും. എസ്തേറിന്റെ പുസ്തകത്തിലൊക്കെ നമുക്ക് ആ സംഭവം കാണാം. അതായത് രാജാക്കന്മാരെ ഈ ഓർമ്മയിൽ ഓരോ സാധനം എഴുതി വെക്കും. അന്ന് നടന്നതും ആരെങ്കിലൊക്കെ നന്മ ചെയ്തതൊക്കെ എന്ത് ചെയ്യും? സ്മരണയുടെ പുസ്തകത്തിൽ എഴുതി വെക്കും. അതാണ് ഈ സ്മരണയുടെ പുസ്തകം എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ജനത്തിന് പെട്ടെന്ന് മനസ്സിലാവും. രാജാക്കന്മാരുടെ രാജസന്നിധിയിൽ ഉപയോഗിക്കുന്ന മന്ത്രിയെ കൊണ്ട് എഴുതി വെപ്പിക്കും, അല്ലെങ്കിൽ വിചാരകനെ കൊണ്ട് എഴുതി വെപ്പിക്കും. അങ്ങനെ എഴുതി വെച്ചതിന്റെ ഗുണം നമുക്കറിയാം. മൊർദെഖായി അനുഭവിച്ചു. മൊർദെഖായി പണ്ടൊരു നന്മ രാജാവ് ചെയ്തു, പക്ഷെ രാജാവ് വിട്ടുപോയി. പക്ഷെ സമയത്ത് വന്നപ്പോൾ, പ്രാർത്ഥനയുടെ സമയത്ത് വന്നപ്പോൾ രാജാവിന് അത് ഓർമ്മിപ്പിച്ചു കൊടുത്തു. അങ്ങനെ നോക്കിയപ്പോൾ അന്ന് എനിക്കൊരു നന്മ ചെയ്തു, അവന് ഞാൻ ഒരു ഉപകാരം ചെയ്യണമെന്ന് പറഞ്ഞു വന്നപ്പോൾ അവൻ അതിനൊരു വിടുതലായി. അപ്പൊ രാജാക്കന്മാർ ഈ സ്മരണയുടെ പുസ്തകം എഴുതി വെച്ചിട്ട് ഇവർക്ക് ഈ ഉറക്കം രാത്രിയിൽ കിട്ടാതിരിക്കുമ്പോ ഇവർക്ക് ഈ സന്തോഷിക്കാൻ കിട്ടാൻ വേണ്ടി ഈ പണ്ടത്തെ സ്മരണ പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. സമയം പോണ്ടേ? അങ്ങനെ നിൽക്കുമ്പോഴാണ് പണ്ട് മൊർദെഖായി ഒക്കെ ചെയ്തതൊക്കെ ഓർത്ത് നന്മയും സമ്മാനവും ഒക്കെ കൊടുത്തില്ലെങ്കിൽ തിരിച്ചു കൊടുക്കും. ഇതേപോലെ സ്വർഗത്തിലെ അപ്പൻ ഒരു സ്മരണയുടെ പുസ്തകം ഇരിപ്പുണ്ട്. നീ ഇന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നതും ദൈവസന്നിധിയിൽ നിൽക്കുന്നതും എല്ലാം റെക്കോർഡായി എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു കാര്യം മനസ്സിലാക്കും. അത് മലാക്കി 3:16 നമ്മൾ വായിച്ചു. അതെല്ലാം അങ്ങയുടെ പുസ്തകത്തിൽ എന്ത് ചെയ്യുന്നു? എഴുതി വച്ചിരിക്കുന്നു. അപ്പൊ നമ്മള് ഇന്നൊരു സത്യം മനസ്സിലാക്കണം. ദൈവസന്നിധിയിൽ നമ്മൾ കഴിക്കുന്നത്, ചെലവഴിക്കുന്നത്, നമ്മുടെ പ്രാർത്ഥനകൾ ഇതെല്ലാം റെക്കോർഡാണ്. യഹോവ ഭക്തന്മാർക്ക് അല്ല, അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി, ദൈവത്തെ ഓർക്കുന്ന, ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്ന, ഭക്തിയോടെ നിൽക്കുന്നവർക്ക് വേണ്ടി ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോ തലയും തൊട്ട് ഞാൻ പ്രവചിക്കാം. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന, അവന്റെ നാമത്തെ സ്മരിക്കുന്ന, അവന്റെ ഭക്തന്മാരായ ദൈവജനമേ, ഒന്ന് നിങ്ങളുടെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്. ചിലപ്പോ തോന്നുന്നില്ല ദൈവനായി, ഇല്ല, എഴുതി വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാ പറയുന്ന, പ്രാർത്ഥിക്കുന്നവനെ അറിയുന്നൊരു ദൈവമുണ്ട്. അത് ഇന്നലകൾ വന്ന വ്യക്തിയാണോ, അത്ര പാരമ്പര്യമുണ്ടോ, അതൊന്നും വിഷയമല്ല. ഭക്തിയോടെ ദൈവനാമത്തെ സ്മരിക്കുന്ന നിനക്ക് വേണ്ടി ഒരു സ്മരണയുടെ പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്. അതാർക്കും മായ്ക്കാൻ പറ്റത്തില്ല, അവിടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, അവൻ ഓർത്ത് അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അവൻ ആ വാഗ്ദത്തം ഓർത്ത് വിടുവിക്കുന്ന ദൈവമാണ്. ശക്തമായ ഒരു ദൂതിലേക്ക് വരാൻ പോകുകയാണ്. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഓർത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഒറ്റ വാക്കിൽ പറയാം, പ്രാർത്ഥിക്കുന്നവനെ അറിയുന്ന. ഉറക്കെ പറ, പ്രാർത്ഥിക്കുന്നവനെ അറിയുന്നൊരു ദൈവം. ഒന്നും കൂടെ, പ്രാർത്ഥിക്കുന്നവനെ അറിയുന്നൊരു ദൈവം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം എല്ലാവരും ഒന്ന് എടുത്ത്. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ പൗലോസ് എന്ന് പറയുന്ന ദൈവമനുഷ്യൻ രൂപാന്തരം പ്രാപിക്കുന്ന അനുഭവം നമുക്ക് കാണാം. ക്രൈസ്തവ മാർഗത്തെ മുടിക്കാൻ നടന്നൊരു വ്യക്തി. വേഗത്തിൽ ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 9:2 മുതലുള്ള തിരുവചനം. ശക്തമായി ഇത് പറഞ്ഞൊരു ദൂതിലേക്ക്, പ്രവചന
ഒരു വിഷനിലേക്ക് വരാൻ പോകുക. ഹല്ലേലൂയ. 9:2 മുതൽ വായിക്കുന്നു. പെട്ടെന്ന് എല്ലാവരും ശ്രദ്ധിച്ചു. ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരൂശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. യേശുവിന്റെ മാർഗക്കാരെ നശിപ്പിക്കാൻ വേണ്ടി അധികാരപത്രമാക്കി ശൗൽ എന്ന് പറയുന്ന പൗലോസ് യാത്ര ചെയ്യുകയാണ് ദമസ്കോസിലേക്ക്. അടുത്തത് വായിച്ചു. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ, ദമസ്കോസ് എന്ന പട്ടണത്തിലേക്ക് അടുക്കാറായപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. നട്ടുച്ചയ്ക്ക് അതിനെ മിന്നുന്ന രീതിയിൽ ആകാശത്ത് നിന്നും ഒരു വെളിച്ചം ചുറ്റി മിന്നി. സംഭവിച്ചത് 4. അവൻ നിലത്തു വീണു. അവൻ യാത്ര ചെയ്ത യാത്രാ മൃഗത്തിൽ നിന്നും അടിച്ച വെളിച്ചം വീശിയപ്പോൾ അവൻ ഉരുണ്ട് താഴെ വീണു. ഹല്ലേലൂയ. ഇന്ന് പകൽ അവിടുന്ന് ഒരു ദൂതുണ്ട്. സ്വർഗത്തിന്റെ വെളിച്ചം അടിച്ചാൽ എത്ര ഇരുട്ടും അധിക നാൾ അവിടെ നിൽക്കത്തില്ല. അത് അതിന്റെ സ്ഥാനം തെറ്റിമാറും. ഇന്ന് പകൽ ചിലതിനോട് ദൂത് പറയുന്നു. ഈ 1-ാം തീയതി പരിശുദ്ധമാവ് സംസാരിക്കുന്ന പ്രാർത്ഥന, എന്റെ വീട്ടിൽ എന്റെ കുടുംബത്തിൽ നിന്റെ വെളിച്ചം ഒന്ന് വീശണമേ, നിന്റെ വെളിച്ചം ഒന്ന് ഇറങ്ങണമേ. വെളിച്ചം ഇറങ്ങിയാൽ ശത്രു സ്ഥാനം പിടിച്ച സ്ഥാനത്ത് പിന്നവരിക്കത്തില്ല. അവിടുന്ന് സ്ഥാനം തെറ്റിച്ചു കളയും ദൈവം. എത്ര കുടിയിരിപ്പ് ശക്തികളോ, എത്ര അവകാശം പറഞ്ഞു ക്ലെയിം പറഞ്ഞിരുന്നാലോ, എന്റെ ദൈവത്തിന്റെ വെളിച്ചം വീശുമ്പോൾ വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടെ ചേർന്നൊന്ന് സ്തോത്രം ചെയ്ത് ഈ പകലൊന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയേ. ഈ ദൂത് പറയുമ്പോൾ എന്നോടാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഒന്ന് ആരാധിച്ച് ഈ വചനത്തെ റിസീവ് ചെയ്ത്. ഓ ശിബാലബല ഹദരഗദിയാന്തര. ഹല്ലേലൂയ. വെളിച്ചം വീശിയാൽ ഹല്ലേലൂയ. എന്താ അവസാനം അതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഒരു വാക്ക് ദൈവം ഇങ്ങനെ ആവർത്തിച്ച് തിളച്ചു മറയുന്ന പോലെ എൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച ഒരു വെളിച്ചം നിന്റെ വീട്ടിൽ അടിക്കാൻ പോകുക. കുടിയിരിപ്പ് പോലെ മാറത്തില്ലെന്ന് പറഞ്ഞു നിൽക്കുന്നതിനെ സ്ഥാനം തെറ്റിക്കും ദൈവം. പവർ ഓഫ് ഗോഡ്, പവർ ഓഫ് ഗോഡ്, പവർ ഓഫ് ഗോഡ്, ദി ഡിവൈൻ ലൈറ്റ് ഓഫ് ഗോഡ് ചിലരിൽ വന്ന് പതിയട്ടെ, ചിലരുടെ ചുറ്റി മിന്നട്ടെ, ചുറ്റി മിന്നട്ടെ. ചില കുടുംബങ്ങളുടെ ചുറ്റും ദൈവിക വെളിച്ചം ചുറ്റി മിന്നട്ടെ. ചില കുടുംബങ്ങളുടെ ചുറ്റും, ചില തലമുറയ്ക്ക് ചുറ്റും ദൈവത്തിന്റെ വെളിച്ചം ചുറ്റി മിന്നട്ടെ. ചില നുകങ്ങൾ വിട്ടുമാറട്ടെ. Yes, this is your time. Receive it. ശക്തമായി ദൈവം തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ശക്തമായൊരു വെളിച്ചം ചുറ്റുമിന്നെ. അവൻ നിലത്തു വീണു. നിലത്തു വീണു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്ന എന്തേ എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. വേറെ ആരുമല്ല നീ ഉപദ്രവിക്കുന്ന യേശു. 8-ാം വാക്യം. ശൗൽ നിലത്തു നിന്നും എഴുന്നേറ്റ് വീണവൻ നിലത്ത് നിന്ന് എഴുന്നേറ്റ് കണ്ണു തുറന്നാറേ ഒന്നും കണ്ടില്ല. അവൻ ഒന്നും കാണാൻ പറ്റുന്നില്ലെന്ന്. ആ വെളിച്ചത്തിൽ അവന്റെ വെളിച്ചം അടിച്ചു പോയി. ആമേൻ. ചിലതിനൊക്കെ കുരുട് പിടിപ്പിക്കാൻ ദൈവത്തിന്റെ ഡിവൈൻ ലൈറ്റിന് പറ്റും. ഹല്ലേലൂയ. അവനിപ്പോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കണ്ടില്ല, കാണുന്നില്ല. അവർ അവനെ കൈക്ക് പിടിച്ച് ദമസ്കോസിൽ കൂട്ടിക്കൊണ്ടുപോയി. കൂടെ വന്നവർ കൈക്ക് പിടിച്ച് ദമസ്കോസിലേക്ക് കൊണ്ടുപോയി. ഈ സമയത്ത് സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ആ ദമസ്കോസിൽ 10 തൊട്ടുള്ള വാക്യം വായിച്ചു. എന്നാൽ 9 തൊട്ട് വായിച്ചു. 9 തൊട്ട് വായിച്ചു. അവൻ 3 ദിവസം കണ്ണു കാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയും ഇരുന്നു. ശ്രദ്ധിച്ചേ, ദമസ്കോസിലേക്ക് പോയി, കണ്ണ് ഇരുട്ട് കയറി. എത്ര ദിവസം ഇപ്പൊ ഇങ്ങനെ കാത്തിരിക്കുന്നു? 3 ദിവസം കണ്ണ് കാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ഇരുന്നു. നിങ്ങൾ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. കണ്ണും കാണാൻ വയ്യ, 3 ദിവസം. ഇനിയാ സംഭവിക്കുന്നത്. ഞാൻ എന്റെ ദൂതിത പ്രാർത്ഥിക്കുന്നവനെ അറിയുന്ന ദൈവം. പ്രാർത്ഥിക്കുന്നവനെ അറിയുന്ന ദൈവം. അടുത്തത് എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഈ ദമസ്കോസിൽ അനന്യാസ് എന്ന് പറഞ്ഞൊരു ശിഷ്യൻ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസേ എന്ന് വിളിച്ചു. കർത്താവ് ഒരു ദർശനത്തിൽ ഈ അനന്യാസ് എന്ന മകനോട് പറയാ, അനന്യാസേ എന്ന് പറഞ്ഞു വിളിച്ചു. കർത്താവേ, അടിയൻ ഇതാ എന്ന് അവൻ വിളിയേട്ടു. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദായുടെ വീട്ടിൽ തർസോസ്
ദമസ്കോസുകാരനായ ശൗൽ എന്നു പേരുള്ളവനെ അന്വേഷിക്കുക. അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്ന ഒരു പുരുഷൻ അകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തന്റെ മേൽ കൈവെക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അനന്യാസോട് ദൈവം പറയാണ്, നീ ഇവിടുന്ന് ഇപ്പൊ എഴുന്നേക്കണം, എന്നിട്ട് അവിടെ തെരുവീതിയിൽ യൂദയുടെ വീട്ടിൽ ചെല്ലുക. അവിടെ ആരുണ്ട്? ശൗൽ. എന്നിട്ട് പറഞ്ഞ വാക്ക് അവനെ അന്വേഷിക്കുക. 9:12 അവൻ പ്രാർത്ഥിക്കുന്നു. നിക്കേ, അവൻ പ്രാർത്ഥിക്കുന്നു. ആരാ? ശൗൽ. യേശുവിന്റെ ദർശനം കിട്ടിയിട്ട് 3 ദിവസം ആയതേ ഉള്ളൂ. അല്ലെ, നമ്മുടെ ഭാഷയിൽ പറയാം, യേശുവിലേക്കുള്ള വിശ്വാസത്തിൽ വന്നിട്ട് 3 ദിവസം ആയത്. അവൻ പ്രാർത്ഥിക്കുന്നത് ദൈവം അറിഞ്ഞു. ഇതുവരെ ഉപദ്രവിച്ച് നടന്നവൻ പോരെ പ്രാർത്ഥിച്ചു. അത് അന്യാസെ, നീ വേഗം എഴുന്നേറ്റ് അങ്ങോട്ട് ചെല്ല്, ദേ ശൗല് വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഇന്നലകളിൽ വിശ്വാസത്തിൽ വന്നതാണോ, ഇന്നലകളിൽ ഞാൻ കുഴപ്പക്കേട് കാണിച്ചോ, ഇതൊന്നും വിഷയമല്ല. ഇന്നാണ് ദൈവം നോക്കുന്നത്. ഇന്ന് നീ ദൈവസന്നദ്ധിയോട് കാത്തിരിക്കുന്നവനാണോ എങ്കിൽ നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. കഴിഞ്ഞ നാളിൽ ഞാൻ ഇന്ന് പറയുന്നു, കഴിഞ്ഞ 2 മാസം വരെ നിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ച വിഷയമല്ല. ഈ 1-ാം തീയതി മുതൽ ദൈവം നിന്നോട് കർളി ചെയ്യുന്നു. പ്രാർത്ഥിക്കുന്നവനെ അറിയുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനന്യാസോട് പറയാണ്, ദേ അവൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് പറയാ, അവൻ പ്രാർത്ഥിക്കുക മാത്രമല്ല, അവനൊരു ദർശനം കണ്ടു. അനന്യാസ് എന്ന് ഒരു പറയുന്ന മനുഷ്യൻ വന്ന്, ഹല്ലേലൂയ, അവന്റെ തലയിൽ കൈ വെക്കുമ്പോൾ അവന് വിടുതൽ വരുമെന്ന്. അതിന്റെ 17 വായിച്ചാട്ടെ, 17, 18 വാക്യങ്ങൾ. 17. അങ്ങനെ അനന്യാസ് വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ചു. ശൗലേ സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധ പൂർണ്ണൻ ആകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവന്റെ കണ്ണിൽ നിന്നും ചെതമ്പൽ പോലെ വീണു. അടുത്ത മീറ്റിൽ ഇതുവരെ ഇരുട്ട് പിടിച്ച കണ്ണിൽ നിന്ന് ഒരു ചെതമ്പല് വീണു. കാഴ്ച ലഭിച്ചു. അവൻ എഴുന്നേറ്റ് സ്നാനമേറ്റ് ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. വിടുതൽ കണ്ടോ? ഹല്ലേലൂയ. ചില കണ്ണിന്റെ ഇരുട്ട് മാറണമെങ്കിൽ ചില കൈവച്ച് ചില വിടുതൽ നടന്നേ പറ്റൂ. നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കേണ്ടത്? ഇരുട്ട് മൂടിയ ചിലത് മാറണമെങ്കിൽ ദൈവത്താൽ മാത്രമേ സംഭവിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ആ ഇരുട്ട് മാറി അവൻ എഴുന്നേറ്റ് സ്നാനമേറ്റു. അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ഹല്ലേലൂയ. അടുത്തത് അവിടെ നമ്മുടെ സൈഡ് അത്രയും കൊണ്ട് നിർത്തുന്നതല്ല, ബാക്കി ബലം പ്രാപിക്കുന്ന ആരുടെ കയ്യിലാ? നമ്മുടെ. അവൻ എഴുന്നേറ്റ് ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അപ്പൊ ദൈവം ചെയ്യുന്ന വിടുതല ശ്രദ്ധിച്ച്, നമ്മൾ ചെയ്യേണ്ട മണ്ഡലം നമ്മൾ ചെയ്തേ പറ്റൂ. യേശു എന്നെ എഴുന്നേൽപ്പിച്ചെന്നും പറഞ്ഞോണ്ട് എന്റെ കണ്ണ് കാഴ്ച തുറന്നു പറഞ്ഞാൽ ആഹാരം കഴിക്കാതിരുന്നാൽ പറ്റത്തില്ല. ആഹാരം കഴിച്ച് ബലം പ്രാപിക്കണം. യേശു ഒരിക്കൽ ഒരു വ്യക്തിയെ എഴുന്നേൽപ്പിച്ച ശേഷം പറഞ്ഞു, അവക്ക് എന്ത് ചെയ്യണം? ആ കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ച ശേഷം പറഞ്ഞു, അവക്ക് ആഹാരം കൊടുപ്പി. ജീവൻ കൊണ്ടുവന്ന പരിപാടി ഞാൻ ചെയ്തു. ഇനി ജീവിക്കണമെങ്കിൽ ആഹാരം ആരും ചെയ്യണം? നിങ്ങൾ കൊടുക്കണം. ഇതാ ദൈവപ്രവൃത്തി. ദൈവം നമുക്ക് ദൈവത്താൽ ഇറങ്ങി വന്ന് ചെയ്യേണ്ട ആത്മമണ്ഡലത്തിന്റെ വിടുതൽ ദൈവം നമുക്ക് ചെയ്തു തരും. അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. ഹല്ലേലൂയ. പൗലോസ് പിന്നീട് നിനക്ക് ഓടണമെങ്കിൽ ആഹാരം കൈക്കൊണ്ട്, നീ ബലം പ്രാപിക്കണമെങ്കിൽ ആഹാരം കൈക്കൊണ്ടേ പറ്റത്തുള്ളൂ. പക്ഷെ നിന്റെ കണ്ണിന്റെ മുമ്പിൽ കേറിക്കൂടിയ ചെതമ്പലുകൾ അഴിയണമെങ്കിൽ അത് ചിലത് കൈവച്ച് പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് എങ്ങും പകലൊരു ദൂത് പറയുന്നു. അങ്ങനെ ഹല്ലേലൂയ, പൗലോസിന്റെ പ്രാർത്ഥന ദൈവം കേട്ടെങ്കിൽ ഇന്ന് പകൽ ചിലതിനോട് പറയുന്നു, ഏത് വീട്ടിലിരുന്ന് നീ പ്രാർത്ഥിക്കുന്നു, ഏത് തെരുവീതിയിലാണോ നിന്റെ വീട്, നീ ആയിരിക്കുന്ന അവസ്ഥ അറിയുന്ന ഒരു ദൈവമുണ്ട്. അതിന്റെ അർത്ഥം എന്താ? പ്രാർത്ഥിക്കുന്നവന്റെ എല്ലാം അറിയുന്ന ദൈവം. യെസ്, ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു, ഈ 3-ാം മാസം മുതൽ നിന്നെ അറിയുന്ന ദൈവം ഉണ്ടെന്ന് നീ അറിഞ്ഞോ. നീ എവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു, ഏത് മേഖലയിൽ ഉടഞ്ഞുപോയി, ഏത് വീട്ടിൽ തകർന്നു പോയി, നീ എത്രത്തോളം കൈപ്പ് കണ്ടു എന്നറിയുന്ന കർത്താവ്.
അത് നിന്നാൽ കഴിയാത്ത ചില വിടുതലുണ്ടല്ലോ. നിന്റെ കണ്ണില്, നിന്റെ ജീവിതത്തിന്റെ മുമ്പില് ഇരുട്ട് മൂടിയ ചെതമ്പലുകൾ നീ പ്രാർത്ഥിച്ചാൽ നിന്നെ കൊണ്ട് മാറ്റാൻ പറ്റില്ലല്ലോ. അത് ചിലപ്പോ ഇന്നത്തെ മീറ്റിംഗ് ആകാം, ചിലപ്പോൾ അടുത്ത മീറ്റിംഗ് ആകാം, അതല്ല അടുത്ത ഉപവാസ പ്രാർത്ഥനയിലാകാം. ഈ ഒന്നും നിനക്ക് വേണ്ടി ദൈവം വെച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ഒരു അനുഭവം ദൈവം വെച്ചിട്ടുണ്ട്. ഇന്നല്ല നാളെ ദൈവം അത് ചെയ്യും. കരമടിച്ച് ഇവൻ 3 ദിവസം ശൗല് പ്രാർത്ഥിച്ചേ. അവൻ 3 നാളായി കണ്ണ് കാണാതെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ മിക്കവാറും ദൂത് കാണിച്ചിട്ട് മിക്കവാറും 4-ാം ദിവസം, ഒരു 3 ദിവസം നീ പ്രാർത്ഥിക്കാൻ വെയിറ്റ് ചെയ്താലും വെയിറ്റ് ചെയ്യ്. നിനക്ക് വേണ്ടി ഉയർപ്പിന്റെ 4-ാം ദിവസം നിന്നെ തേടി വന്നിരിക്കും. നിന്നെ തേടി വന്നിരിക്കും. നിന്റെ വീട് തേടി വന്നിരിക്കും. നിന്റെ തലമുറയെ തേടി വന്നിരിക്കും. ഞാൻ പ്രഖ്യാപിക്കുന്നു, പ്രാർത്ഥിക്കുന്നവനെ അറിയുന്ന ഒരു ദൈവമുണ്ട്. എന്തോ ഇന്ന് ശക്തമായി അടുത്തിരിക്കുന്ന ആളുണ്ടെങ്കിൽ തൊട്ടിട്ട് പറ, പ്രാർത്ഥിക്കുന്ന നമ്മെ അറിയുന്ന ഒരു ദൈവം ഉണ്ടെന്ന് പറയാ. സംഭാഷണെ പ്രാർത്ഥിക്കുന്ന നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ദൈവമുണ്ട്. ഇതൊരു പ്രവചനമായിട്ട് സംഭവിക്കാൻ പോവുക. ഇത് ചില വിടുതലുകൾ എനിക്ക് ആത്മാവിൽ സെൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ അന്തരീക്ഷം ആത്മാവ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പ്രവചന ശബ്ദമാണ്. നിന്റെ ജീവിതത്തെ അറിയുന്നൊരു ദൈവമുണ്ട്. ഈ 3-ാം മാസം മുതൽ നിന്നെ ദൈവം അറിയോ. നിന്റെ ചെതമ്പലുകളെ അഴിച്ചു കളയുന്ന ഒരു ദൈവപ്രവൃത്തി സീസൺ.